അങ്ങനെ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ബബ്ബബ്ബ എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രം ഞാൻ രാവിലെ തന്നെ പോയി കണ്ടു. ഫാൻ ഷോയ്ക്കായിരുന്നു കയറിയത്. പക്ഷേ ഇത് പറയുന്നതിനകത്ത് എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. എനിക്ക് ഈ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു ഹൈപ്പ് അത് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു ക്രിസ്മസിന് വരുന്ന സിനിമകളിൽ ഏറ്റവും അടിപൊളിയാവും, നമ്മുടെ ദിലീപേട്ടൻ്റെ തന്നെ ലൈഫിൽ ഒരു തിരിച്ചുവരവിനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു സിനിമയായിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് ക്യാമിയോ ആയിട്ട് നമ്മുടെ ലാലേട്ടൻ ഉണ്ട് എന്നുള്ളതും അവിടെ ഒരു ആഡഡ്, അതായത് ഒരു നമ്മുടെ എക്സ്പെക്റ്റേഷൻ വീണ്ടും കൂടുന്നതായിരുന്നു. ഓക്കെ, ഒരു സിനിമയെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആ സിനിമ അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് പിന്നീട് അതില്ല. ഒരു സിനിമയെ എങ്ങനെ ഇത്രയും മോശമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതെനിക്ക് കണ്ട സമയത്ത് ഇതൊരു സ്പൂഫ് സിനിമ, നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കാണാമല്ലോ, ഈ സ്പൂഫായിട്ട് എടുക്കുന്ന സിനിമകൾ, അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ സിനിമയുടെ ഒരു റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 153 മിനിറ്റാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഓരോ നിമിഷവും, ഞാൻ ഫാൻ ഷോയ്ക്കാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, തിയേറ്ററിൽ ഉണ്ടായിരുന്ന വളരെ ചുരുക്കം ചില ആളുകൾ ഒഴികെ ബാക്കി എല്ലാ ആളുകളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്തായി കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റില്ല. എൻ്റെ ഫ്രണ്ടിലത്തെ റോയിലിരുന്ന ആളുകളൊക്കെ മടുത്തിട്ട് തലയ്ക്ക് കൈ കൊടുത്ത് വെച്ചിരിക്കുമായിരുന്നു. കാരണം ഒരു ലോജിക്കും ഇല്ല. ലോജിക്ക് ഓക്കെ, സിനിമയുടെ ലോജിക്ക് നമുക്ക് വിടാം, നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുമെങ്കിൽ ലോജിക്കിൻ്റെ കാര്യത്തിൽ വലിയ പ്രസക്തി നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഡയലോഗ്സ് ഒരിക്കലും അതിനോട് സിങ്ക് ആവുന്ന രീതിയിലുള്ള ഒരു 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 നമ്മളെ എന്താ നമുക്ക് അവിടെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഡയലോഗ്സും, ആകെപ്പാടെ ഇതിനകത്തൊരു നല്ലതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു അതിനകത്ത് ധ്യാൻ ശ്രീനിവാസൻ വരുന്ന കുറച്ച് പോർഷൻസ് മാത്രം. അതും അത്ര വലിയ മെച്ചമൊന്നുമല്ല. എന്നാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ തന്നെ കൂട്ടത്തിൽ ഏറ്റവും ഒന്ന് നമുക്കൊരു എക്സെപ്ഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് കൊണ്ടുവന്നത് ധ്യാൻ ശ്രീനിവാസനായിരുന്നു. ബാക്കി ആ ഒരു സിനിമയുടെ കഥ പറഞ്ഞു പോകുന്ന രീതി ഒന്നും നമ്മൾ ഒട്ടും ഇമോഷണലി കണക്ട് ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളപ്പോൾ അത് ആ ഒരു പോർഷൻ കറക്റ്റ് ആവുന്നില്ല. എന്തിന് ഈവൻ നമ്മുടെ ലാലേട്ടൻ ഇൻ്റർവെൽ ബ്ലോക്കിന് ശേഷമാണ് വരുന്നത്. നമുക്ക് അവിടെ നിന്നെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് വരും, ലാലേട്ടൻ വരുമ്പോൾ ഇത് ശരിയാവും, ഓക്കെ ഈ സിനിമ വീണ്ടും മുകളിലേക്ക് വരും, ഈ സിനിമ ഒന്ന് ആവുമെന്ന് വിചാരിച്ചാൽ അത് അതിനേക്കാൾ അതും കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ എക്സ്പെക്റ്റേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ നശിപ്പിച്ച് കളയുകയാണെന്നുള്ളതാണ്. അതായത് ഒരു തരത്തിലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇത് മീറ്റ് ചെയ്യുന്നില്ല ഒരു തരത്തിലും ഈ സിനിമ. പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ, സമയമുണ്ടെങ്കിൽ പോയിരുന്ന് കാണാമെന്നൊക്കെ പറയുന്ന ചില സിനിമകളുണ്ടല്ലോ. ഈ സിനിമയുടെ കേസിൽ എനിക്ക് തോന്നുന്നു എനിക്ക് സിനിമ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് പ്രത്യേകിച്ചൊരു എന്തോ ഒരു ഭയങ്കര വിരസതയാണ് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഇത്രയും സമയം അതിനകത്തിരുന്നു, ഒരു തരത്തിലും ഇമോഷണലി നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. പിന്നെ ഉണ്ട് കേട്ടോ, കുറേ സിനിമകളുടെ റെഫറൻസസ് ഉണ്ട്. ഇപ്പം ഗില്ലി എന്ന് പറയുന്ന സിനിമയുടെ റെഫറൻസ്, CID മൂസയുടെ റെഫറൻസ്, മീശമാധവൻ്റെ റെഫറൻസ്, ഇങ്ങനെ പോരുന്ന സമയത്ത് കുറേ സിനിമകളുടെ റെഫറൻസ് ഇട്ടിട്ട് ഇത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ല. ചില സീനുകളിൽ 1-2 സീനുകളിൽ ചെറിയ രീതിയിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുമെന്ന് ഒഴിച്ചു നിർത്തിയാൽ ഈ സിനിമ മൊത്തത്തിലൊരു എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിപ്പോൾ ഇടുമ്പം സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ എന്നെ തെറി വിളിക്കാനായിട്ട് വരും. പക്ഷേ പറയാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ഞാനൊരു ദിലീപിൻ്റെ സിനിമയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണെന്ന് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അത് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല പല യൂട്യൂബേഴ്സും, ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറൊന്നുമല്ല, പല യൂട്യൂബേഴ്സും ആ സിനിമയെക്കുറിച്ച് അന്ന് മോശം പറഞ്ഞപ്പം, ഒരു തരത്തിലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ആ സിനിമ പേഴ്സണലി നല്ല രീതിയിൽ വർക്കായ ഒരു സിനിമയാണ്, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അങ്ങനത്തെ സിനിമകൾ നമ്മുടെ ദിലീപിൻ്റെ ലൈഫിൽ ഇനി മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ സിനിമ കഴിഞ്ഞ് ബബ്ബബ്ബ വരുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊരു കൈൻഡ് ഓഫ് നമ്മുടെ CID മൂസയൊക്കെ പോലെ ഒരു സിനിമയായിട്ട് വരും. അത്രയൊന്നും വന്നില്ലെങ്കിലും കുറച്ചെങ്കിലും അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിനിമ വരുന്നു. അവസാനം ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ഫൈറ്റ് സീനൊക്കെ വരുന്ന സമയത്ത് കുറച്ച് എവിടേക്കോ ഒരു ചെറിയ CID മൂസയുടെ ആ ഒരു ചെറിയൊരു നമുക്ക് തോന്നും. പക്ഷെ എന്നാൽ പോലും അതിനെ ഒന്നും നമുക്ക് ഒരിക്കലും CID മൂസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു 10% പോലും വന്നു എന്ന് പറയാൻ പറ്റും. അപ്പം എനിക്ക് ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. മറ്റുള്ള ആളുകൾക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുകൂടാ എന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്. ഇപ്പം ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടുകൂടാ എന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ട ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അത് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവും. എൻ്റെ മാത്രം അഭിപ്രായം കേട്ടോണ്ട് ഒരു സിനിമയ്ക്ക് പോകണമെന്നോ പോകണ്ടായെന്നൊന്നും നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം കൂടുതൽ ആളുകളും മജോറിറ്റി ആളുകളും എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഈ ഒപ്പീനിയൻ ഷെയർ ചെയ്തുകൊണ്ട് കുറേ പേര് എന്നെ വന്ന് ചിലപ്പോൾ തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മളിത് പറയാതെ പറ്റത്തില്ല. കാരണം നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്ത് കൊച്ചുകുളപ്പങ്കാലത്ത് എഡിറ്റ് തിയേറ്ററിൽ വന്ന് സിനിമയ്ക്കാണ് ഇരിക്കുമ്പം ഒരു തരത്തിലും നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈവൻ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ നല്ല രീതിയിൽ ബോറടിപ്പിച്ചു. ഈ സിനിമ ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ
ഇരിക്കുമായിരുന്നു. എവിടെയെങ്കിലും ശരിയാവും. ഇൻ്റർവെൽ വരെയുള്ള ബ്ലോക്കിൽ ആദ്യം ഒരു 10 മിനിറ്റ് നേരം കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് പോകുന്ന സമയത്ത് ഇൻ്റർവെൽ വരെ ഓക്കെ ഈ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ആയിട്ട് അങ്ങ് പോട്ടെ, അത് കഴിഞ്ഞ് കഥ ബിൽഡ് ചെയ്ത് വരട്ടെ എന്നുള്ള രീതിയിരുന്നു. ഇൻ്റർവെൽ ആകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പ്രതീക്ഷയുണ്ട്, ഇൻ്റർവെൽ കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി വരും. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രതീക്ഷ അസ്ഥാനത്താക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ റൈറ്ററായിട്ട് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഫഹീം സാഹറും നൂറിൻ ഷെറീഫുമാണ്. കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ഒരു വളരെ കെയർലെസ് ആയിട്ട് എഴുതിയ ഒരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ആളുകളെയൊക്കെ, അതായത് ലാലേട്ടൻ അതേപോലെ തന്നെ ദിലീപ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്കൊരു സിനിമയിലേക്ക് നമുക്ക് അവരുടെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ അത്രയും വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയും വലിയ ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കോമാളി കളിപ്പിക്കുക എന്ന് പറയുന്നതിനെ നമുക്ക് ഇതെങ്ങനെ ഇവരിത് കമ്മിറ്റ് ചെയ്തു എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇത് കണ്ടിരുന്ന തിയേറ്ററിൽ ഇരുന്ന സമയത്ത് ഈ സിനിമ എങ്ങനെ ഈ പറഞ്ഞ ലാലേട്ടനും ഈ പറഞ്ഞ ദിലീപും ഇതെങ്ങനെ കമ്മിറ്റ് ചെയ്തു എന്നെടുത്തത് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും തെറി എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും നിർത്തുന്നത്. കുറേ പേര് ഇപ്പം നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയണമല്ലോ, അതേപോലെ തന്നെ മോശമാണെങ്കിൽ മോശമെന്നും പറയണം. ആ ഒരു ഐഡിയോളജി വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഈ സിനിമ എൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തതാണ്. സോ അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുവരുമ്പോൾ ടേക്ക് കെയർ, ബൈ.